When a constant force F acting on a mass m change its velocity from u to v in traveling a distance s, then work done is equal to F into S. നീ വരുന്നില്ലേ? നിധി, വാട്ട്സ് റോങ് വിത്ത് യു? കുട്ടി ഏത് ലോകത്താ? ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? സോറി മാം. ക്ലാസ് തുടങ്ങിയപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. യു ആർ നോട്ട് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എന്ത് ഭാവിച്ചാ കുട്ടി? പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ? വന്ന് ഈ ക്ലാസ്സിലെ ഏറ്റവും വീക്ക് സ്റ്റുഡന്റ് ആയിരിക്കും ഇയാള്. എന്താ പറ്റിയത് കുട്ടിക്ക്? നത്തിങ് മാം. സോറി. എന്തോ ഇന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് പേടി കൂടി വരാ. വീട്ടിലേക്ക് പോവാന് തോന്നണില്ല. ഞാൻ എന്താ ചെയ്യാ? നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്. നോ, ഐ ആം അഷേംഡ് ഓഫ് യു. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും അല്ലേ മോളെ? മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്? എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. അയക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും. Do it properly. Okay, ma'am. മാഡം, നിധി എസ് മേനോൻ ഒരു വിസിറ്റർ ഉണ്ട്. ആ, കുട്ടി ചെല്ലു. നിധി, കുട്ടി എന്താ പപ്പയെ കാണാത്തെ? ഈസ് വെയിറ്റിംഗ് ഫോർ യു. മമ്മിയുമായി വഴക്കിട്ടാ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ? പപ്പ പറഞ്ഞു, വാ, പ്രിൻസിപ്പൽ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. വരൂ കുട്ടി. ചെല്ല, പപ്പ വഴക്കൊന്നും പറയില്ല. ഇനി നന്നായി പഠിച്ചാ മതി. മോളിരിക്കേ. Come on, sit.
മോളുടെ ക്ലാസ് ടീച്ചർ അത് അല്ലേ, ലില്ലി മിസ്. പഠിത്തത്തിൽ മോൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവര് പറഞ്ഞു, പ്രിൻസിപ്പലും പറഞ്ഞു. ആ, പോട്ടെ, മോക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. അതന്വേഷിക്കാനല്ല പപ്പ വന്നിട്ടുണ്ടാവുമെന്ന് മോൾ ഊഹിക്കുന്നുണ്ടാവും അല്ലേ? അതെ, പപ്പ വന്നത് അതിനല്ല. പപ്പയ്ക്ക് മോളെ ഒറ്റയ്ക്കൊന്ന് കാണാനാ. അയ്യോ, മോള് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്നലെ മോള് പപ്പയെ വന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അല്ല, ഞെട്ടിച്ചു കളഞ്ഞു. എന്തൊരു ഫോഴ്സായിരുന്നു പറച്ചിലിന്. ഉള്ളതൊക്കെ മോൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പപ്പ പെട്ടുപോയനെ. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പപ്പയ്ക്കറിയാം. എന്നാലും മോൾ കുട്ടിയല്ലേ, അബദ്ധത്തിനെങ്ങാനും പറഞ്ഞു പോയാലോ? വിരോധമില്ല, പപ്പയ്ക്ക് ഒരു വിരോധമില്ല. പക്ഷെ പപ്പ അപ്പോ ചെറിയൊരു കാര്യം ചെയ്യും. കൊല്ലും. പപ്പ കൊല്ലും. ആദ്യം മോളുടെ അനിയത്തിയെ, പിന്നെ മമ്മിയെ, ഒടുവിൽ പപ്പയുടെ ഈ മിടുക്കി കുട്ടിയെ. അല്ലാതെ പപ്പ എന്ത് ചെയ്യാനാ? പപ്പയ്ക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല മോളെ. ഈ സൊസൈറ്റിയിൽ പപ്പയ്ക്ക് പപ്പയുടെ മാന്യത നിലനിർത്തണ്ടേ? അപ്പോ മോള് കരുതും എങ്ങനെയാ കൊല്ലാന്ന്. പണ്ട് മോളുടെ ഡാഡി മരിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഇത് പപ്പ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യ. മമ്മിയും മോളും കനിമോളും ഒരുമിച്ച് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ പപ്പയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മോൾ ആലോചിക്കേ, ക്ലാസ്സിൽ പോയിരുന്ന് സമയമെടുത്ത് ആലോചിക്കേ. നന്നായി, മോഹനെങ്കിലും പോകാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നില്ല. വന്ന് വന്ന് എനിക്ക് ബിസിനസ്സിൽ മാത്രമായി ശ്രദ്ധ അല്ലേ? നിധി എങ്ങനെ കരുതണുണ്ടാവോ? നിധിക്ക് പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോ അവള്? ഇല്ല. എന്തോ ഈയിടെയായി ഞാൻ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. വളരുംതോറും അവൾ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്ന പോലെ. ഒരുപക്ഷെ ഞാൻ അവളുടെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടാവോ? എന്താ മോഹൻ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഏയ്, വെറുതെ തോന്നലാവും ചിലപ്പോ. കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? മോഹന് വിഷമായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ടു പോയപ്പോ താനും കുട്ടികളാണ് ആശ്വാസമായത്. സുരേഷിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ടെ അന്നും ഇന്നും ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ നിധിയുടെയും കനിയുടെയും നല്ല പപ്പ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. വിശ്വാസമല്ല മോഹൻ, അത് സത്യമല്ലേ? സത്യമാണെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അത് മതി, എനിക്കത് മതി അരുന്ധതി. അല്ലെങ്കിൽ ചിലപ്പോ ഇന്ദു മരിച്ചു പോയപ്പോഴുള്ള ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയെന്ന് വരും. ഒരു മുഴുകുടിയനായി. ഏയ്, നോ.